ചില ആളുകള് നാവ് കൊണ്ടൊന്നും പറയൂല, പക്ഷേ മനസ്സിൽ ചില ആളുകളെ നമുക്ക് ഇങ്ങോട്ട് പിടിക്കൂല. ചില ആളുകളെ പിടിക്കൂല. ചില ആളുകൾ മോശമായ വേഷവിധാനങ്ങളായിരിക്കും. അത് കാണുമ്പോൾ ചില ആൾക്ക് പിടിക്കൂല. എന്നാൽ ചില ആളുകളോ നല്ല ഇസ്തിരി സൂട്ടിട്ടുള്ള ആളുകളായിരിക്കും, അവരെയും പിടിക്കൂല. ഒരാളെയും നമുക്ക് പിടിക്കൂല. നല്ല ശൈലിയിൽ ഖുർആൻ ഓതുന്ന ആളുകളെ ചില ആളുകൾ പറയും, അവരെ പിടിക്കാത്ത വാക്കുകൾ പറയും. നല്ല ശൈലിയിൽ വാങ്ങു കൊടുത്താൽ ചില ആളുകൾക്ക് അത് പിടിക്കൂല. ഭാര്യമാര് ഭക്ഷണം പാകം ചെയ്തു തന്നാൽ എങ്ങനെയായാലും ഒരു നെഗറ്റീവ് പറയാതെ നമ്മൾ തിന്നൂല. ചോറ് വെച്ച് തന്നാൽ ഇന്ന് വല്ലാതെ വെന്തു പോയിട്ടുണ്ട് എന്നറിയും. എന്നാൽ ഇന്നലെ വല്ലാതെ വെന്തു പോയത് കൊണ്ടാണ് എൻ്റെ ഭർത്താവിന് പ്രശ്നമായത്, അതുകൊണ്ട് ഇന്ന് വല്ലാതെ വേവിക്കണ്ടെന്ന് കരുതിയാലോ, അങ്ങനെ വെച്ചാൽ പറയും ഇന്ന് തീരെ വെന്തിട്ടില്ല എന്ന് പറയും. ഉപ്പ് കുറവാണ് എന്ന് പറയും, ചിലപ്പോൾ ഉപ്പ് കൂടുതലാന്ന് പറയും. എന്തെങ്കിലും ഒരു മോശം പറയാതെ നമ്മളൊരു ദിവസം കടന്നു പോകലുണ്ടോ? എന്തെങ്കിലും ഒരു മോശം സുഹൃത്തുക്കളെ കുറിച്ചോ കുടുംബത്തെ കുറിച്ചോ ആരെങ്കിലും കുറിച്ചോ പറയാതെ നമ്മളുടെ ദിവസം കടന്നു പോകാറില്ല. ഈ മോശമായ ചിന്തകൾ വെച്ച് പുലർത്തിയിട്ട് നമ്മളിങ്ങനെ ഇസ്തിരി സൂട്ടിട്ട് നടന്നതുകൊണ്ട് കാര്യമില്ല. കാരണം ഇന്നല്ലാഹ യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാന്റെ നോട്ടം ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയം മോശമാണോ പിന്നെ അള്ളാഹു സ്വീകരിക്കൂല. നമ്മൾ ആരെങ്കിലും, ചില ആളുകളുണ്ട് ഓരോ ദിവസവും ചിലവുകൾ എഴുതി വെക്കാൻ വേണ്ടി ഡയറി വെക്കുന്ന ആളുകളുണ്ട്. മാസം കഴിയുമ്പോൾ അവർ കൂട്ടി നോക്കും വീട്ടിലെത്ര ചിലവായിട്ടുണ്ട്. എന്നിട്ട് ഭാര്യയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കും, ഈ മാസം 15,000 രൂപ ചെലവുണ്ട്, അത് ചുരുക്കണം. എന്നാൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകൾ എഴുതി വെക്കാനുള്ള ഡയറി വാങ്ങി ആരെങ്കിലും ഉണ്ടോ? ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന അമലുകൾ, നല്ലത് ചെയ്താൽ ഇന്ന് 100 സ്വലാത്ത്, അതുപോലെ 2 ആളെ കുറ്റം പറഞ്ഞു ഓരോ ദിവസവും രാത്രി എഴുതി വെക്കുക. ഇന്ന് സുബഹി ജമാഅത്തായി നിസ്കരിച്ചു, സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു, അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ ഭാര്യയെ ചീത്ത പറഞ്ഞു. ആദ്യം ചെയ്ത അമൽ എഴുതി വെക്കുക. പിന്നെ സുബ്ഹാനല്ലാഹ് മൊബൈൽ എടുത്തു, ഫേസ്ബുക്കിൽ 4 ഹറാമായ വീഡിയോ കണ്ടു, ദിവസവും എഴുതി വെക്കാം. അതുപോലെ 4 വയല് കണ്ടു, യൂട്യൂബിൽ വയല് തുടങ്ങി അവസാനിച്ചത് സിനിമയിൽ, എഴുതി വെക്കുക. ഇങ്ങനെ ഫുള്ള് എഴുതി വെക്കുക രാത്രിയാകുമ്പോൾ. എന്നിട്ടൊരാഴ്ച കഴിയുമ്പോൾ എല്ലാം ഒന്ന് കണക്ക് കൂട്ടി നോക്കുക. വയല് കണ്ടതാണോ കൂടുതൽ, കോമഡി കണ്ടതാണോ, സിനിമ കണ്ടതാണോ എന്നിങ്ങനെ കൂട്ടി നോക്കാം. ഈ പണി നമ്മൾ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ചെയ്യാറില്ല, ഒരാളും ചെയ്യാറില്ല. പിന്നെയോ നമ്മൾ കണക്ക് എഴുതി വെക്കും, ഇന്ന് 500 രൂപ ചെലവായിട്ടുണ്ട്, മാസം കൂട്ടി നോക്കും. എന്നാൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണല്ലോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സ്വഭാവം, കാന ഇൻദ ഉമർ കിതാബൻ യക്തുബു ഫീഹി അമലഹു കുല്ലഹു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അവിടുന്ന് ഒരു ഡയറി സൂക്ഷിച്ചിരുന്നു. എന്തിനാ? വീട്ടിലെ പച്ചക്കറിന്റെ കണക്ക് എഴുതി വെക്കാനല്ല, കറണ്ട് ബില്ലിന്റെ കണക്ക് എഴുതാനുമല്ല, മറിച്ച് യക്തുബു ഫീഹി അമലഹു കുല്ലഹു, ഓരോ ദിവസവും ചെയ്യുന്ന അമലുകൾ അതെല്ലാം മഹാനവറുകൾ ആ ഡയറിയിൽ എഴുതി വെക്കും.
എന്നിട്ടോ ആ ഡയറി വെറുതെ എഴുതി വെക്കുകയല്ല, വയഖ്തബിറു ഫീ കുല്ലി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച ആ ഡയറി ഒന്ന് പരിശോധിക്കും. നമ്മൾ വെറുതെ വയല് കേട്ടത് കൊണ്ടും പറഞ്ഞത് കൊണ്ടും കാര്യമില്ല. ഇങ്ങനൊക്കെ ഒന്ന് നന്നാവാനുള്ള ശ്രമം നമ്മളൊന്ന് നടത്തണം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ റസൂല് ഉമറുൻ ഫിൽ ജന്ന, ഉമർ സ്വർഗ്ഗത്തിലാണ് എന്ന് സന്തോഷം പറഞ്ഞതാണ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് പിന്നെ ഒരു എഴുത്തുകുത്തിന്റെ ആവശ്യമില്ല. പക്ഷേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് എല്ലാ അമലുകളും എഴുതി വെക്കുകയാണ്. വയഖ്തബിറു ഫീ കുല്ലി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും മഹാനവറുകള് ആ ഡയറി ഇങ്ങനെ പരിശോധിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് വയളിബുഹു ലികുല്ലി അമലി സയ്യിആ. കേൾക്കണേ സഹോദരിമാരെ, ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ ഡയറി പരിശോധന നടത്തുമ്പോൾ ആ ഡയറിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ എഴുതി വെച്ച കൂട്ടത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മഹാനവറുകൾ അതാ ചാട്ടവാറ് എടുത്തുകൊണ്ടുവന്നിട്ട് സ്വന്തം ശരീരത്തെ ആഞ്ഞടിക്കുകയാണ്. وكان في جسده علامة الضرب. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ശരീരത്തിൽ അടികൊണ്ടതിൽ അടയാളമുണ്ടായിരുന്നു. വറആഹ സ്വഹാബത്തു ഇല്ല ഗുസ്ലി മയ്യിതിഹി. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് സ്വഹാബത്ത് അടികൊണ്ട പാടുകൾ കണ്ടിരുന്നു. ആരെ അടിച്ചതാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. സുബ്ഹാനല്ലാഹ്, ഇബ്ലീസിനെ വരെ പേടിയുള്ളൊരു മനുഷ്യനാണല്ലോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആരെ എന്ത് വെല്ലുവിളിച്ചാലും ചാടി അങ്ങോട്ട് എഴുന്നേൽക്കുന്ന നേതാവ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അബൂജഹൽ മുഹമ്മദിന്റെ തല വെട്ടിക്കൊണ്ടുവന്നാൽ 100 ഒട്ടകം തരാൻ. എല്ലാവർക്കും അറിയാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തല വെട്ടൽ അങ്ങനെ എളുപ്പമല്ല. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അവിടുന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ വെട്ടിക്കൊണ്ടുവരാം, 100 ഒട്ടകം എനിക്ക് വേണം. അബൂജഹലിനും അറിയാം മുഹമ്മദ് നബിയുടെ തല വെട്ടിക്കൊണ്ടുവരാൻ കഴിയൂല. അതുകൊണ്ടാ വെല്ലുവിളിച്ചത്. അബൂജഹലിന്റെ കയ്യിൽ 100 ഒട്ടകമൊന്നുമില്ല. കാരണം ഇത് നടക്കൂല എന്ന് അറിയാം. പക്ഷേ അബൂജഹൽ വീട്ടിലേക്ക് ചെന്നു, ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയിട്ടുണ്ട്. അപ്പൊ ഭാര്യ ചോദിച്ചത് ആരെങ്കിലും ഏറ്റെടുത്തോ? പറഞ്ഞു, ഉമർ ഏറ്റെടുത്തിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് ഏറ്റെടുത്തിട്ടുണ്ട്. ഭാര്യ ചോദിച്ചു, ഉമർ മുഹമ്മദിന്റെ തലയുമായി വരുമ്പോൾ കൊടുക്കാനുള്ള 100 ഒട്ടകം എവിടെ? അപ്പൊ പറഞ്ഞു, അങ്ങനെ തല വെട്ടിക്കൊണ്ടുവരാൻ കഴിയൂല. അതുകൊണ്ടാണ് ഞാൻ വെല്ലുവിളിച്ചത്. 100 ഒട്ടകൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പയാ ഭാര്യ പറഞ്ഞത്, ഏറ്റെടുത്തത് ഉമറാകട്ടോ. ഏറ്റെടുത്തത് ഉമറാണ്. ആ ഉമർ ഏറ്റെടുത്തിട്ടുണ്ടോ ഉറപ്പാ മുഹമ്മദിന്റെ തല കൊണ്ടുവരും. അപ്പൊ 100 ഒട്ടകം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത തല നിങ്ങളിടതാ ഉമർ വെട്ടുക. സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞപ്പോഴാണ് അബൂജഹലിന് കാര്യത്തിന്റെ ഗൗരവം പിടികിട്ടിയത്. വിശാലമായ കഥയാണ്, ഞാൻ ആ ഭാഗം പരാമർശിക്കുന്നില്ല. അബൂജഹൽ പിന്നെ കുറെ ആളുകളെ വിട്ടു. എല്ലാ ആളുകളെയും സാധുക്കളുടെ മുഴുവനും ഒട്ടകത്തെ പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി വിട്ട്. കാരണം ഉമർ വരുമ്പോ ഒട്ടകത്തെ കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ വിഷയമാണ്. കുറെ ആളുകൾ കൊട്ടേഷൻ കൊടുക്കുകയാണ് സാധുക്കളുടെ ഒട്ടകത്തെ പിടിച്ചു കൊണ്ടുവരാൻ. ഒരാൾ ചെന്നു, വളരെ ദരിദ്രനായ ഒരു മനുഷ്യനുണ്ട്. ആ ആൾക്ക് എല്ലാം പെൺകുട്ടികളാണ്. ഒരൊട്ടകമാണ് അയാളുടെ ആകെ വരുമാന മാർഗം.
അയാൾ ആ ഒട്ടകത്തിനെയും വെച്ചിങ്ങനെ നടക്കുമ്പോ അബൂജഹലിന്റെ കിങ്കരന്മാര് ചെന്നിട്ട് പിടിച്ചു കൊണ്ടുവന്ന് ഒട്ടകത്തെ. അബൂജഹലിനെതിരെ പറയാൻ ഒരാളും അവിടെ ഇല്ല. ആ സാധുവായ മനുഷ്യൻ നേരെ വരുന്നത് ഇലാ ഹളറത്തി റസൂലുള്ളാന്റെ ഹളറത്തിൽ വന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നബിയെ, എൻ്റെ ഒട്ടകത്ത് അബൂജഹലിന്റെ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്, എനിക്ക് ആ ഒട്ടകത്തൊന്ന് തിരിച്ചു വാങ്ങിത്തരണം. അബൂജഹൽ എന്തിനാ കൊണ്ടുപോയത്? റസൂലുള്ളാന്റെ തല എടുക്കുന്നവർക്ക് സമ്മാനം കൊടുക്കാനാ. അതേ റസൂലുള്ളാനോടാണ് ഈ സാധു ചെന്നിട്ട് ഒട്ടകത്ത് അബൂജഹലിന്റെ അടുത്ത് പോയി വാങ്ങിത്തരാൻ വേണ്ടി പറയുന്നത്. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു, ചോദിച്ചു, ഈ മനുഷ്യൻ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത് നബിയെ? പറഞ്ഞു, ഞാൻ അബൂജഹലിന്റെ വീട്ടിലേക്ക് പോവാൻ. അപ്പൊ പറഞ്ഞു, നബിയെ ഇപ്പൊ പോകരുത്, കാരണം ഞാൻ വരുന്ന വഴിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് വെട്ടിത്തിളങ്ങുന്ന വാളുമായി നടക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഉമറേ, ഇത് ആരുടെ തലയെടുക്കാനുള്ള പുറപ്പാടാ? അപ്പൊ പറഞ്ഞു, ഇന്ന് മുഹമ്മദിന്റെ തലവെട്ടാനാ ഞാൻ നടക്കുന്നത്. മുഹമ്മദിന്റെ തലവെട്ടാൻ നടക്കുകയാണ്. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ എല്ലാ ഉമറും കണക്കാണ്. എല്ലാ ആളെക്കാളും ധീരതയുള്ള നേതാവാണല്ലോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി തങ്ങൾ ചൊല്ലുന്നു, അബൂജഹലിന്റെ വീട്ടിൽ നിന്ന് ആ ഒട്ടകത്തെ തിരിച്ചു വാങ്ങിക്കൊണ്ടുവരികയാണ്. വിശാലമായ ചരിത്രമാണ്. എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വിശദമായി പ്രവേശിക്കുന്നില്ല. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വഫാത്തായപ്പോൾ സുബ്ഹാനല്ലാഹ്, സ്വഹാബത്ത് മഹാനവറുകളുടെ ആ ശരീരം കുളിപ്പിക്കുന്ന സമയത്ത് ആ ശരീരത്തിലേതാ ചാട്ടവാറില്ല അടികൊണ്ട അടയാളം കാണുകയാണ്. ആരുടെ അടികൊണ്ട അടയാളമാണ്? വേറെ ഒരാളും അടിച്ച അടയാളമല്ല. സ്വന്തം ശരീരത്തിന് അദബ് പഠിപ്പിക്കാൻ സ്വന്തമായിട്ട് സംഭവിച്ചു പോയ പാകപ്പിഴവുകൾ കാരണമായിട്ട് സ്വന്തം ശരീരത്തെ മഹാനവറുകൾ ശിക്ഷിച്ചതിന് അടയാളമാ. ആലോചിച്ചു നോക്കൂ, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന റസൂലുള്ള പറയാണ്, ഉമറേ, നീ ആ സ്വർഗത്തിൽ കടക്കാനുള്ള ആളാണല്ലോ. എന്നാൽ സാധുക്കളായ എന്നോടോ നിങ്ങളോടോ ആരെങ്കിലും ഗ്യാരണ്ടി നൽകിയിട്ടുണ്ടോ? ഒരാളും ഗ്യാരണ്ടി നൽകാത്ത, ഒരാളും ഒരു ഉറപ്പും നൽകാത്ത ഞാനും നിങ്ങളും വലിയ സ്വർഗത്തിൽ ആളായി നടക്കുകയല്ലേ? നമ്മള് അതേതെങ്കിലും ഒരു ചെറുപ്പക്കാരന് മുടി അവന്റെ വിവരക്കേട് കൊണ്ടൊന്ന് വലുതാക്കി വെട്ടിപ്പോയാൽ അവൻ നരകത്തിൻ്റെ ആളാണെന്ന് നമ്മൾ വിധി എഴുതുകയാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ അറിവില്ലായ്മ കൊണ്ട് മദ്യത്തിന് അടിമപ്പെട്ടു പോയാൽ നമ്മളവൻ നരകത്തിൻ്റെ അവകാശിയാണെന്ന് പറയുകയാണ്. എല്ലാവരും നരകത്തിൻ്റെ ആളാണ്, ഞാൻ മാത്രം സ്വർഗത്തിലേക്ക് പോകാനുള്ള ആളാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുള്ള ഉമർ ഇബ്നുൽ ഖത്താബോ അവിടുന്ന് എല്ലാ ദിവസവും ചെയ്യുന്ന അമലുകളെ എഴുതി വെക്കുന്നു, പരിശോധന നടത്തുന്നു. അതിൻ്റെ പേരില് സ്വന്തം ശരീരത്തെ ശിക്ഷിക്കുകയും ചെയ്യുന്നു.